ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി. ഒരു രണ്ട് മൂന്ന് സിനിമകളുടെ അപ്ഡേറ്റ് എല്ലാ സമയത്തെയും പോലെ വളരെ ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത്. അതിന് മുമ്പ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ പാട്ട് മേക്കിംഗ് വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് തൊടാത്തത്. അന്ന് നമ്മൾ പാട്ട് ചെയ്തതിന് ഒരു കോപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട്. സ്ട്രൈക്ക് അല്ലാത്തതുകൊണ്ട് ഭാഗ്യം. അന്നം മുട്ടിയെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ അന്നം മുട്ടിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അപ്പൊ മേക്കിംഗ് വീഡിയോ കാണാത്തവർ പോവാ, കാണുക. അടിപൊളി പാട്ടാണ്. ആ പാട്ടിന്റെ ഒരു ഫീൽ, ഒരു സോൾ അത് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. പറയാനുള്ളത് ആദ്യത്തേത് അറ്റ്ലിയുടെ 600 കോടി പടത്തിൽ, ഈ 600 കോടി പടം ഇപ്പോഴും ഇവര് പറയുന്നത് 600 കോടി കേട്ടോ, ഭയങ്കരമായിട്ട് റൂമേഴ്സ് കയറുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ മൊത്തം ബജറ്റ് 250-300 കോടി, അതിന്റെ അപ്പുറമൊന്നും പോകാൻ സാധ്യതയില്ല. പക്ഷെ ഇത് പറയുന്നത് കേൾക്കുന്നത് 250 കോടി അല്ലു അർജുന്റെ സാലറി, 100 കോടി നമ്മുടെ അറ്റ്ലിയുടെ സാലറി, അപ്പൊ തന്നെ 350 കോടി. ഇത് എന്നടാ പള്ളി വെക്കറേ പണ്ണപ്പോറേ. അറ്റ്ലിയുടെ 600 കോടി പടത്തിൽ അല്ലുവിനൊപ്പം ശിവകാർത്തികേയനും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചിത്രത്തിലേക്ക് ശിവകാർത്തികനെയും അണിയറ പ്രവർത്തകർ പരിഗണിക്കുന്നുണ്ട് എന്ന് 123 തെലുഗു റിപ്പോർട്ട് ചെയ്യുന്നു. കൊള്ളാം. അപ്പൊ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഈ വർഷം ഏപ്രിൽ തന്നെ തുടങ്ങും. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോഴേക്ക് തീരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ 600 കോടി വിശ്വസിക്കാൻ ചെറിയ പാടുണ്ട്. എന്നാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് കണ്ടറിയാം. പടം കിട്ടിയാൽ മതി, നല്ലതാവട്ടെ. 600 കോടിക്ക് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ കളക്ഷൻ നേരിടട്ടെ. അല്ലു ആയതുകൊണ്ട്, പുഷ്പ ഇത്രയും കോടികൾ വാരിയത് കൊണ്ട് ആ കാര്യത്തിൽ വലിയ ഡൗട്ടില്ല. പടം ഒരു ആവറേജ് തൂക്കെങ്കിലും തൂക്കിയാൽ. പിന്നെ പറയുന്നത് മാർക്ക് ഓറേലോ. 2K കിഡ്സ്, MDMA, ലഹരി, തല്ലിക്കൊല്ലല്, അച്ഛന് അമ്മ കുടുംബത്തിനടക്കം കൊന്ന് വിളയാട്ട് നടത്തല് തുടങ്ങി. 2K കിഡ്സിന് ഒരു സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോ. ഏതോ കുറച്ച് നാക്കന്മാരെന്തോ ചെയ്തതിന് 2K പെട്ട എല്ലാ ആളും, ഞാൻ 2K കേട്ടോ, 90s. അപ്പൊ 2K പെട്ട എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവരടക്കം അവരുടെ ആളുകൾ തന്നെ ഭ്രാഗിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ. ഇമാരി കാട്ടിക്കൂട്ടിൽ ഉണ്ണിമുഖം കാണിച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ അവരെല്ലാവരും ഇങ്ങനെ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതോ റീൽ ഞാൻ കണ്ട പോലെ ഉണ്ണിമുഖന്തൻ ഇങ്ങനെ കൊല്ലാൻ പോണ സമയത്ത്, തോക്കെടുത്ത് ഇങ്ങനെ വെടിവെക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഔട്ട്, എന്നിട്ട് വെള്ളം പോലിട്ട് ഉണ്ണിമുഖന്തനെ വന്നിട്ട് പറയണം, ഇവിടെ ഞാൻ ചെയ്യുന്നതൊന്നും ഞാനല്ല, എന്റെ കഥാപാത്രമാണ്, ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, വയലൻസിലെ മക്കളെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ബ്ലാക്ക് ഔട്ട് ഇങ്ങനെ ചെയ്യണമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന റീൽ കണ്ടിരുന്നു. വളരെ രസമായിരുന്നു. അപ്പൊ എന്തൊക്കെയായാലും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചെങ്ങായി വരുമ്പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 75 ഡേയ്സ് മാർക്കോ, 75 ഡേയ്സ് ഓഫ് അൺസ്റ്റോപ്പബിൾ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ കേൾക്കുന്നത്. ഈ എന്താ പറയാ, കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയിൽ കുറച്ച് വയലൻസ് കുറക്കും എന്നൊക്കെ ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ടും ഇറക്കാൻ അങ്ങനെയാണെങ്കിൽ സാധ്യത എല്ലാ രീതിയിൽ കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് പറഞ്ഞോ ഇല്ലെന്ന് അറിയില്ല, പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് നമ്മുടെ എമ്പുരാനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തേത്, ലൂസിഫർ റൺ ടൈം 2 മണിക്കൂർ 54 മിനിറ്റ് ആയിരുന്നു. 2 മണിക്കൂർ 54, ഏകദേശം 3 മണിക്കൂർ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അത്ര സമയമൊന്നും ലാഗ് പോലും ഇല്ലാതെ നമ്മൾ കണ്ടു തീർത്തിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. UA സെൻസേർഡ് സർട്ടിഫിക്കറ്റോടെ 2 മണിക്കൂർ 59 മിനിറ്റ് ഡ്യൂറേഷനിൽ എമ്പുരാൻ എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ 59 മിനിറ്റ്, ഓൾമോസ്റ്റ് 3 hours ഇൻ സിനിമാസ് ഫ്രം March 27. അതായത് ലൂസിഫറിനേക്കാൾ ദൈർഘ്യം, വെട്ടിയത് 10 സെക്കൻഡ്. എമ്പുരാന്റെ സെൻസറിങ് പൂർത്തിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മോഹൻലാൽസ് L2 എമ്പുരാൻസ് ക്ലിയർഡ് ബൈ സെൻസർ ബോർഡ്. ചിത്രത്തിന്റെ സെൻസറിങ് വിവരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. UA 16+ വിഭാഗത്തിലാണ് ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നത് എന്നാണ് വിവരം. അതിൽ 2 മണിക്കൂർ 59 മിനിറ്റ് ആണ് ഇപ്പോഴത്തെ ദൈർഘ്യം. എന്നാൽ അതല്ലാതെ 3 മണിക്കൂർ 9 സെക്കൻഡ് ഉണ്ടായിരുന്നു. അതിൽ 10 സെക്കൻഡുകൾ വെട്ടിച്ചുരുക്കിയാണ് ഈ കാണുന്ന ദൈർഘ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടാൽ ഭയങ്കര ത്രില്ലാവുക ചെയ്തത്. കാരണം ലൂസിഫറിനേക്കാൾ ഒരു 5 സെക്കൻഡ് കൂടുതലേ ഉള്ളൂ. അപ്പൊ ഏകദേശം അതുപോലെ തന്നെയാണ്. ലൂസിഫർ നമ്മൾ ഒരു ലാഗും ഇല്ലാതെ വളരെ എൻജോയ് ചെയ്താണ് കണ്ടിട്ടുള്ളത്. എമ്പുരാൻ ഇത്രയും വലിയ രീതിയിൽ വരുമ്പോൾ എത്ര വലിയ രീതിയിൽ, ആ ഒരു ചോദ്യം അവിടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് പോകും. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞത് KGF പോലൊരു സിനിമയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ തന്നെ പറഞ്ഞ കാര്യം ഞാൻ ഇവിടുത്തെ എടുത്ത് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്, KGF അവരുടെ, തെലുങ്കിന് KGF അല്ലെങ്കിൽ കന്നഡയ്ക്ക് ഇന്ന പടം, അവർക്ക് കാന്താര, പക്ഷെ നമുക്ക് മലയാളത്തിന്റെ എമ്പുരാൻ അങ്ങനെ പറഞ്ഞാൽ മതി. ആ പടമായിട്ട് എന്തിനാ കമ്പയർ ചെയ്യണത്? ഞാൻ കമ്പയർ ചെയ്തതല്ല, അത് എന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിൽ ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടുള്ള സുദേവ് സുദർശനോ അങ്ങനെ എന്തോ സുദേവ് സുദർശനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുജിത് സുദർശൻ സുദർശൻ
സുജിത്ത് അദ്ദേഹം ഇതിന് കുറേ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ റിപ്പോർട്ടർ ചാനലിൽ ഇത് വന്നിട്ടുണ്ട്, അതല്ലാതെ വേറെ കുറെ ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം, അതായത് ഇത് എങ്ങനത്തെ പടമാണ് എന്ന് ലൂസിഫർ ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജ് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഏത് പടമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. ഞാൻ വീണ്ടും പറയുന്നത് ഇതിന്റെ ഡയറക്ടർ തന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുത്താണ്. ഓക്കെ, ഞാനല്ല, കണ്ടോക്കാം. ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാഹുബലി ഇൻ മലയാളം എന്ന് ചിന്തിക്കേണ്ട ഒരു സാധനമാണെന്നാണ് പറയുന്നത്. ലൂസിഫർ. സോ നമുക്ക് എത്രമാത്രം അത് കൺവിൻസിങ് ആണെന്ന് ആ സമയത്ത് ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് വേറെ ടൈപ്പ് സിനിമ, ഇത് വേറെ ടൈപ്പ് സിനിമ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എന്നുള്ള സാധനമൊക്കെ. സോ തിരിച്ച് നമ്മൾ എമ്പുരാനിലേക്ക് ഞാൻ വരേണ്ടി വന്നു സത്യം പറഞ്ഞാൽ. അതിന്റെ ഒരു വിഷൻ ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു സിനിമ ഒരു ബിയോണ്ട് 100 crore വാട്ട് എവർ എമൗണ്ട് ഇറ്റ് ഈസ് എന്ന് നമുക്ക് അതിനോട് അവകാശവാദങ്ങളൊന്നുമില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ്. പക്ഷെ ഇത് ഒരു ഹ്യൂമൻസ് എമൗണ്ട് ഓഫ് ബഡ്ജറ്റുള്ള സിനിമയാണത്, പല രാജ്യത്തും പോയി ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിനിമ ഇപ്പം ബോളിവുഡിൽ ഇതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 500-600 crore ഈസിക്കൽ ടു നമ്മുടെ അടുത്ത് ഒരു 100+ crore എന്ന് വേണം നമ്മൾ വിചാരിക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ലൂസിഫർ ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജ് ഇത് ബാഹുബലി ഇൻ മലയാളം അല്ലെങ്കിൽ മലയാളത്തിന്റെ ബാഹുബലി പോലത്തെ അത്തരത്തിലുള്ള ഒരു സിനിമ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. പുള്ളി തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും, അദ്ദേഹം ലൂസിഫർ എന്ന് പറഞ്ഞ ആ ഒരു പാർട്ട് മാത്രമല്ല ഉദ്ദേശിച്ചുള്ളത്, ഈ ഒരു ട്രയോളജിയിലെ ആ ഒരു 3 സിനിമ കൂടെ അല്ലെങ്കിൽ ആ ഒരു സീരീസ്, അതിനെ മൊത്തത്തിൽ ലൂസിഫർ, എമ്പുരാൻ, ഇനി അടുത്തത് തമ്പുരാനാണോ എന്താണോ, തമ്പുരാൻ എന്ന് പറഞ്ഞത് ആ ഒരു ഫ്ലോയിലാണ് കേട്ടോ, കളിയാക്കി പറഞ്ഞ പോലെ എടുക്കരുത്. കാരണം ഒരുപാട് റീൽസിൽ വന്നിട്ടുണ്ട്, തമാശയായിട്ടും വന്നിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ആ രീതിയിൽ പറഞ്ഞൊന്നും ആരും വിചാരിക്കരുത്. ഞാൻ പറയുന്നത് അത്തരം ആ ഒരു 3 എണ്ണം, ആ 3ഉം ഒരുമിച്ച് ഈ ഒരു സീരീസ്, ഇത് നമ്മളൊരു ബാഹുബലി, മലയാളത്തിലെ ബാഹുബലി രീതിയിലാണ് നീക്കാൻ പോകുന്നത് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പ്ലസ് അതിന്റെ കൂടെ തന്നെ പറയുന്നത്, ഇദ്ദേഹം തന്നെ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ അത് വേറെ ആയിട്ടുള്ള കാണുന്നത്. കാരണം അത് ആ ടൈപ്പ് ഒരു പടം, ഒരു എന്താ പറയാ, രാജ കുടുംബം, മറ്റു സംഭവങ്ങൾ, യുദ്ധം, കാര്യങ്ങൾ, അത്തരത്തിൽ പോകുന്നൊരു ഹിസ്റ്റോറിക് പരിപാടി, ആ ഒരു ടച്ചുള്ള ഒരു സാധനം. എന്നാൽ പക്ക ഡ്രാമയാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് അത്തരത്തിലൊരു സിനിമയല്ല, കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള, എന്നാൽ കുറച്ച് കൊമേഴ്ഷ്യലി ഒരു ആക്ഷൻ മാസ് എന്റർടൈനർ എന്ന രീതിയിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ക്ലാസിക് സാധനം. രണ്ടും 2 ടൈപ്പ് ആണല്ലോ എന്നുള്ളത് ചിന്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അവിടെ നമുക്ക് ഉറപ്പാണ്, ഇദ്ദേഹം ഇത് മലയാളത്തെ ബാഹുബലി അല്ലെങ്കിൽ ബാഹുബലി ഇൻ മലയാളം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% അതിന്റെ സ്കെയിൽ, അതിന്റെ വലുപ്പം കൊണ്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ അദ്ദേഹം ഇതിൽ പൈസ പറഞ്ഞ പോലെ ഇവിടെ ഒരു 100 കോടി ബജറ്റുള്ള സിനിമ വരുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള അന്യഭാഷ ചിത്രങ്ങൾ തെലുങ്കിലോ കന്നഡയിലോ ഒക്കെ ഒരു 500 കോടി പടം വരുന്നതിന് തുല്യമാണ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രി അത്ര ചെറുതാണെന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ റീച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ മറ്റു സിനിമകളെ അത്ര റീച്ച് നമുക്കില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഇപ്പൊ നിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ വലിപ്പത്തിൽ നിന്നും നമ്മളൊരു 100 കോടി ബജറ്റിൽ സിനിമ എടുത്താൽ, അല്ലെങ്കിൽ 150 കോടി ബജറ്റിൽ സിനിമ എടുത്താൽ, മറ്റുള്ളവർ അവരുടെ സെയിം സോണിൽ 500 കോടി 600 കോടികൾ സിനിമ എടുക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു സംഭവം നമ്മൾ കാണണം. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ സ്കെയിലും വലുപ്പവും ഒക്കെ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാഹുബലി ചിത്രം ചെയ്യുന്നതിന്റെ റിസ്ക് നമുക്കും ഇവിടെ ഉണ്ട്. സോ അത്തരം തന്നെ ആയിരിക്കും പൃഥ്വി ഇവിടെ സുജിത്തിന്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. അത് ലൂസിഫർ ചെയ്യുന്ന സമയത്താണ്. എമ്പുരാനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ എമ്പുരാനിൽ ആക്ഷൻ സാധനങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആടിനെ കുറിച്ച് പല കാര്യങ്ങളും, ഉണ്ട് മടക്കിലാടി ഉണ്ടാവും ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, നല്ല ത്രില്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പോയി ഇന്റർവ്യൂ ചെക്ക് ചെയ്യുന്നതാണ്. സുജിത്തിന്റെ ഇന്റർവ്യൂ അടിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും വളരെയധികം ത്രില്ഡ് ആയിട്ടുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ത്രില്ല് ഏൽപ്പിക്കുന്ന കുറെ അപ്ഡേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും കാത്തിരിക്കണം, അതിന് തന്നെയാണ്. അപ്പൊ ഈ 3 മണിക്കൂർ നേരം, 2 മണിക്കൂർ 59 മിനിറ്റ് ചിത്രം ഉണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും പൊതുവെ നമുക്ക് അത്രയ്ക്ക് ലെങ്ത് ഉണ്ടോ, ലാഗ് വരും എന്നൊക്കെ തോന്നുന്നതിന് പകരം അത്രയും സമയം ഉണ്ടല്ലേ, അത് എൻജോയ് ചെയ്യാലോ എന്നുള്ളൊരു മൂടാണ് എനിക്ക് പേഴ്സണലി വരുന്നത്. സോ ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കൂടാതെ പറയാനുള്ളത്, ഈ ബാഹുബലി അല്ലെങ്കിൽ KGF എന്നൊക്കെ പറയുമ്പോഴും അത്തരത്തിലുള്ളൊരു സിനിമയല്ല നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരാളെങ്കിലും പറഞ്ഞതൊന്നും തെറ്റിദ്ധരിച്ച് അങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. വലുപ്പം നമ്മളെ സംബന്ധിച്ച് അത്രയും വലിയ സിനിമകൾ ചെയ്യാൻ പോകുന്നതാണ്. മാത്രമല്ല എംബ്രാനിലേക്ക് വരുമ്പോൾ ലൂസിഫറിന്റെ ഒക്കെ എത്രയോ മുകളിൽ നിൽക്കുന്നതാണ് തോന്നുന്നത് പേഴ്സണലി. കാരണം അതിന്റെ സ്കെയിൽ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബജറ്റ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മേക്കിംഗ് കൊണ്ട് തന്നെ ലൂസിഫറിനേക്കാൾ മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ലൂസിഫർ ആ ഒരു ഭാഗത്ത് നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ത് ചെയ്തു, അവസാനം യഥാർത്ഥത്തിൽ ആരാണ് ഈ സ്റ്റീഫൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇനി
ആ സ്റ്റീഫനാണ് എബ്രഹാം ഖുറൈഷി എന്നുണ്ടെങ്കിൽ ആരാണ് ഈ ഖുറൈഷി എബ്രഹാം അല്ലെങ്കിൽ എബ്രഹാം ഖുറൈഷി എന്ന് പറയുമ്പോൾ അയാൾ പോയിട്ടുള്ള രാജ്യങ്ങൾ, അയാൾ ഇടപെട്ടുള്ള ആളുകൾ, അതൊക്കെ വലിയ വലിയ ആളുകളാണ്. സ്വാഭാവികമായിട്ടും ആ കഥ പറയുമ്പോൾ ആ വലിപ്പം അതിനുണ്ടാവും. പിന്നെ നമ്മൾ ഇതിന്റെ ടീച്ചർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ലൂസിഫറിനേക്കാൾ എത്ര മുകളിലാണ് എമ്പുരാൻ നിൽക്കുന്നത് എന്നുള്ളത് മേക്കിംഗ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ തന്നെ നമുക്കൊരു പക്ഷെ എമ്പുരാനെ മാത്രം ഒരു വലിപ്പം കൊണ്ട് അല്ലെങ്കിൽ സ്കെയില് കൊണ്ട് ഒരു ബാഹുബലിയായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയുന്നു, ഇത് ബാഹുബലി പോലെ സിനിമയാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത്തരം തെറ്റിദ്ധാരണകൾ മനസ്സിലാരും വെക്കാതിരിക്കുക. കാരണം നമ്മൾ കാണുമ്പോൾ ആ ത്രില്ല് പോകും. പിന്നെ പോരാത്തിന് ഇതിൽ മറച്ചു വെച്ചിട്ടുള്ള ഒരു സസ്പെൻസ് ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് ഓൾറെഡി മുരളി ഗോപിയൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആരാന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഇതുവരെ നമുക്ക് ക്യാരക്ടറിൽ തരാത്ത സസ്പെൻസ് ക്യാരക്ടർ വീണ്ടും ഉണ്ട്. അതാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ